പ്രിയപ്പെട്ടവരെ, ബൈബിൾ മുഴുവൻ നമ്മൾ പഠിപ്പിക്കുന്നതാ. പ്രതീക്ഷ അറ്റെടുത്ത് ദൈവം ചില നാമ്പുകൾ മുളപ്പിക്കും. എല്ലാം കഴിഞ്ഞുവെന്ന് തോന്നുന്നിടത്ത് ദൈവം ചിലത് തുടങ്ങും. നമുക്ക് ചിലപ്പോൾ ജീവിതത്തിലേക്കും പല പ്രതിസന്ധികളും, ചിലപ്പോൾ നല്ല സന്തോഷമാണ്, ചിലപ്പോൾ നമ്മളെല്ലാം അങ്ങനെ ഇടിഞ്ഞു പോകുന്ന അവസ്ഥകളുണ്ട്. അവന് അസാധ്യമായിട്ടൊന്നുമില്ല. അവൻ പ്രതീക്ഷിക്കുന്നിടത്തേക്ക് എത്താൻ പിന്നെ ചില ഇരുൾ നിറഞ്ഞ വഴികളിലൂടെ കടന്നു പോകും. കല്ലുകൾ നിറഞ്ഞ വഴികൾ, മുള്ളുകൾ നിറഞ്ഞ വഴികൾ, പലതരത്തിലും ജീവിത സാഹചര്യത്തിൽ കടന്നു പോകും. അപ്രതീക്ഷിതമായ പലതും പ്രതീക്ഷിക്കുന്നതിനപ്പുറം നമുക്ക് നടന്നു പോകാം. ദൈവം പറയാ, കുഞ്ഞെ പേടിക്കണ്ട, നീ ഇങ്ങനൊരു സാഹചര്യം നിന്റെ ജീവിതത്തിൽ വന്നില്ലെങ്കിൽ നിനക്കിതും തരണം ചെയ്യാൻ പറ്റില്ല. സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതാണ്, അത് ഇടുങ്ങിയതാണ്. ആ വഴിയിലൂടെ നീ എൻ്റെ അടുത്ത് വരുവാൻ ചിലപ്പോൾ ഞെരുക്കത്തിൻ്റെ കാലങ്ങൾ നിന്റെ മുന്നിലുണ്ടാകും. ചിലപ്പോൾ നിന്റെ ജീവിതത്തിൽ നീ പ്രതീക്ഷിക്കാത്ത പലതും ഒരു കൊടുങ്കാറ്റ് പോലെ നിന്റെ ജീവിതത്തിൽ വരും. എന്നാ കുഞ്ഞ്, നീ അറിയണേ, കെനീസറുടെ നാട്ടിലേക്ക് പോയൊരു ഈശോയുടെ മുഖം ഒന്ന് നമുക്ക് കാണാം. പിശാചിനെ പുറത്താക്കാൻ തൻ്റെ പ്രിയ ശിശുരെയും കൊണ്ട് ആ വഞ്ചിയിൽ അവങ്ങനെ പോകുകയാണ്. അപ്രതീക്ഷിതമായതൊന്ന് സംഭവിച്ചു എന്നാ ബൈബിളിൽ പറയുന്നത്. മാർക്കോസിന്റെ സുവിശേഷം പറയുന്നുണ്ട്, അപ്രതീക്ഷിതമായ ഒരു കൊടുങ്കാറ്റ് ഇവരുടെ വഞ്ചിക്ക് നേരെ ആ കടലിലേക്ക് വന്നു. ശാന്തമായി പോയിരുന്ന ആ തിരകൾ ആഞ്ഞടിക്കാൻ തുടങ്ങി. പ്രതികൂലങ്ങൾ തരണം ചെയ്യാൻ മുക്കുവരിൽ പ്രമുഖനായ പത്രോസിന് പോലും കഴിയാതെയായി. മരണം മുന്നിൽ കാണുന്ന അവസ്ഥയാണ്. ആരോടെന്തു പറയാം? എന്നാൽ അമരത്ത് ഒരുവൻ ഉറങ്ങുന്നത് അവർ കാണുന്നുണ്ട്. അവനിൽ ആശ്രയിക്കാതെ ബുദ്ധിയിലും കഴിവിലും ആശ്രയിച്ചു. എന്തുകൊണ്ടിങ്ങനെ? ചോദ്യങ്ങൾ ഒത്തിരിയുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് ചോദിക്കുന്നതിനേക്കാൾ, ദൈവമേ എന്തിനാണ് ഇതെനിക്ക് തന്നത് എന്ന് ചോദിക്കാനാണ് അമരത്ത് അവൻ ഉറങ്ങുന്നത്. എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നതിനേക്കാൾ, എന്തിനാ ദൈവമേ ഇതെനിക്ക് തന്നത്? എന്ത് മഹത്വമാണ് ഇതിൽ നിന്ന് നീ പ്രതീക്ഷിക്കുന്നത്? എന്താണ് നീ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? God will expect many things for every suffering. എല്ലാ സഹനത്തിനും അപ്പുറം ദൈവം എന്തൊക്കെയോ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു.